രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതി. വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. രാഹുലിനെതിരെ AICCക്കും KPCCക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. ലൈംഗിക ഉദ്ദേശത്തോടെ രാഹുൽ പിന്നെയും സമീപിച്ചതായി യുവതി പരാതിയിൽ പറയുന്നു. കോൺഗ്രസ് വേദികളിൽ നിന്ന് രാഹുലിനെ വിലക്കണമെന്നും യുവതി ആവശ്യപ്പെട്ടു. സമഗ്ര വോട്ടർ പട്ടിക വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 9, 10 തീയതികളിൽ ലോക്സഭയിൽ ചർച്ച നടക്കും. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ 2 ദിവസത്തെ ചർച്ചയ്ക്ക് പിന്നാലെ സഭയിൽ മറുപടി നൽകും. ഇന്ന് നടന്ന കാര്യോപദേശക സമിതിയിലാണ് തീരുമാനം. 2 ദിവസത്തെ ചർച്ചയ്ക്കായി ആകെ 10 മണിക്കൂറാണ് മാറ്റിവച്ചിരിക്കുന്നത്. കേരളത്തിനു മുകളിൽ കിഴക്കൻ കാറ്റിന് അനുകൂലമായ സാഹചര്യമുള്ളതിനാൽ ഇടിമിന്നലോടെയുള്ള മഴ തിരിച്ചെത്തുമെന്ന് അധികൃതർ. ഒരാഴ്ചയായി ദുർബലമായ തുലാവർഷ മഴ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായ മഴ സാധ്യതയില്ലെങ്കിലും ഇടിമിന്നലോട് കൂടിയ മഴ ശനിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി ലഭിക്കാൻ സാധ്യതയുണ്ട്. സഞ്ചാർ സാധി സൈബർ സുരക്ഷാ ആപ്ലിക്കേഷൻ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടെ വിശദീകരണവുമായി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ആപ്പ് വേണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാനാകുമെന്നും സൈബർ സുരക്ഷ മുൻനിർത്തിയാണ് നിർദ്ദേശമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിൽ വളപ്പിലെ 180 ഏക്കർ ഭൂമി നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനും കോടതി അനുമതി നൽകി. ഇതിനു പുറമെ സശാസ്ത്ര സീമ ബെൽ ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ 32 ഏക്കർ ഭൂമി കൈമാറാനും സംസ്ഥാന സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ജീവനൊടുക്കി. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസനാണ് മരിച്ചത്. 5 മാസമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതിയായിരുന്നു ഇയാൾ. കത്തികൊണ്ട് കഴുത്തറുത്ത് മരിച്ച നിലയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. അവതാരകനും മാധ്യമപ്രവർത്തകനുമായ സനൽ പോറ്റി അന്തരിച്ചു. വൃക്കരോഗത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. പുലർച്ചെ 3:30 എറണാകുളം മഞ്ഞുമല ആശുപത്രിയിലായിരുന്നു അന്ത്യം. നിരവധി ചാനലുകളിൽ അവതാരകനായും പ്രൊഡ്യൂസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടക അതിർത്തിയിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചതായി സൂചന. പാലക്കാട് നിന്നും മുങ്ങിയത് യുവനടിയുടെ ചുവന്ന കാറിലെന്നാണ് സൂചന. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് രാഹുലിനെ കാണാതായത്. സ്വന്തം വാഹനം ഫ്ളാറ്റിലിട്ട ശേഷമായിരുന്നു ചുവന്ന കാറിൽ കയറിയുള്ള യാത്ര. രാഹുലിന് ഒളിവിൽ പോകാൻ കാർ നൽകിയ യുവനടിയെ ഉടൻ ചോദ്യം ചെയ്യും. ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇന്തോനേഷ്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1115 ഒരാഴ്ചക്കിടെ ഇന്തോനേഷ്യയിൽ മാത്രം മരിച്ചത് 604 പേരാണ്. 335 പേർ ശ്രീലങ്കയിലും 176 പേർ തായ്ലൻഡിലും മരണപ്പെട്ടുവെന്നാണ് കണക്ക്. KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിലെ ക്രിസ്മസ് ദിന ബുക്കിംഗ് പൂർത്തിയായി. ക്രിസ്മസിന് 24 ദിവസം ബാക്കി നിൽക്കെ ടിക്കറ്റ് തീർന്നതിനാൽ നിലവിലെ 8 കോച്ച് 16 ആക്കണമെന്ന ആവശ്യം ശക്തമാണ്. വെയിറ്റ് ലിസ്റ്റ് പരിധി പിന്നിട്ടതോടെ 20-25 ദിവസങ്ങളിൽ ടിക്കറ്റ് എടുക്കാനാകില്ല. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.